ചെറിയ ജീരകം കഴുകിങ്ങാണ്ട് നല്ലോണം ഉണങ്ങിയിട്ട് ഇതിൽ പാല് പറഞ്ഞ് കർക്കിടക മാസത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇനമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിലേക്ക് പാലൊഴിക്കുക. ഇനി പാലൊക്കെ ജീരകം കുടിച്ച് വറ്റിച്ച് നല്ലോണം ഉണങ്ങി വറുത്ത പോലെ ആകണം. കുറച്ചും കൂടി പാൽ ആവശ്യം വരും ചിലപ്പോൾ. പാല് വറ്റട്ടെ. നമ്മൾ പാർന്ന പാലൊക്കെ നല്ലോണം വറ്റി. ഇനിയിപ്പോൾ കുറച്ചുകൂടി പാകമാകാൻ കുറച്ചുകൂടി പാലിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം 2 ലിറ്റർ പാലും കൂടി ഉണ്ട്. 2 ലിറ്റർ പാലാണിത്. അതും കൂടി ഒഴിച്ച് കൊടുക്കണം. കുറച്ച് പാല് മാറ്റി വെച്ച് ആവശ്യമുണ്ടെങ്കിൽ പാര. പാലും കൂടി വറ്റണം. പാല് വറ്റി വരട്ടെ. ഇത് നമ്മൾ വറ്റിച്ചെടുത്ത ജീരകം, പിന്നെ അരി വറുത്തത്, കൽക്കണ്ടം, 1/2 കിലോ ജീരകമാണ്. ഇത് പൊടിച്ച് അരി വറുത്തതും ഇടക്കിട്ട് പൊടിച്ചപ്പോൾ പൊടിയുക. കൽമധുരത്തിന് കൽക്കണ്ടോടെ ഏത് ചെറിയ കുട്ടികൾക്കും കൊടുക്കുക. ജീരകം നല്ലോണം പൊടിച്ച്, ജീരകവും കൽക്കണ്ടവും അരി വറുത്തതും പൊടിച്ച് എത്ര ദിവസം നേരെ വേണമെങ്കിലും വെക്കാം. ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാം. നല്ലതാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞങ്ങാണ്ടൊക്കെ വീഡിയോ എടുക്കണത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. മ്യൂസിക് ഇട്ടിട്ട് കോപ്പി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റണില്ല. ആദ്യമായതുകൊണ്ട് ക്ഷമിക്കണം.